നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നത് ബെറിയാട്രിക് സർജറി, ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ കൂടെയുള്ളത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ മാത്യു ജോൺ ആണ്. ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അതിനൂതനമായ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. എന്തൊക്കെയാണ് ഈ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സ്പെഷ്യാലിറ്റീസ്? 2005 നമ്മൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങുന്നത് ഒരു ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഹോസ്പിറ്റലായിട്ടാണ്. ബേസിക്കലി ഡോക്ടർ പാപ്പച്ചൻ എന്ന് പറയുന്ന പുള്ളി ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇൻഫെർട്ടിലിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ്. അപ്പം പുള്ളിയുടെ ഗവൺമെന്റ് സർവീസിലും അവളുടെ പ്രാക്ടീസസിനകത്ത് ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് പുള്ളി ഒരു ഗൈനക് ഹോസ്പിറ്റൽ എന്നുള്ള ഉദ്ദേശത്തിൽ ലൈഫ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇൻഫെർട്ടിലിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി, പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്, അങ്ങനെയാണ് പീഡിയാട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റ്. അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അടുത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നിയോനേറ്റൽ ICU കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ലൈഫ് ലൈൻ നമ്മൾ തുടങ്ങുന്നത്. അതായത് പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, ഗൈനക്, ഇൻഫെർട്ടിലിറ്റി, ഗൈനക് റിലേറ്റഡ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പി സർജറീസ്, ഇത്രയും മാത്രമേ തുടങ്ങിയുള്ളൂ. ഒരു 6 ഡോക്ടേഴ്സിനെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ് 2005. ഞാൻ 2010 ലൈഫ് ലൈനിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്യുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. പ്ലസ് ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർജറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, യൂറോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പം നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് 2024 ആയപ്പോഴത്തേക്ക് ഇറ്റ്സ് എ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. റൈറ്റ് ഫ്രം ദ കാർഡിയാക് സർജറി, കാർഡിയോതൊറാസിക്, കാർഡിയോ സർജറി, ന്യൂറോ സർജറി, അത് തൊട്ട് നമ്മൾ പണ്ടുണ്ടായിരുന്ന ഗൈനക് ഡിപ്പാർട്ട്മെന്റ്സ് വരെ എല്ലാ സ്പെഷ്യാലിറ്റിയും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ലൈഫ് ലൈൻ അഡ്വാൻസ്ഡ് ആക്കിയിരിക്കുന്നത്. അന്ന് നമ്മൾ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫർദർ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ക്രീം ഓഫ് ഡോക്ടേഴ്സ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് കൂടാതെ നല്ല മെഷീനറീസ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻസ്, നല്ല ടെക്നോളജീസ്, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ലൈഫ് ലൈൻ ഒരു ബ്രാൻഡാണ്. ലൈഫ് ലൈൻ ഒരു പേരുണ്ട്. പേഷ്യൻസിനിടയ്ക്ക് അല്ലെങ്കിൽ ആൾക്കാർക്കിടയ്ക്ക് ലൈഫ് ലൈൻ ഒരു വിശ്വാസമുണ്ട്. അപ്പം അതാണ് ഞങ്ങളുടെ മെയിൻ ബാക്ക് ബോൺ. പേഷ്യൻസ് ആണ് ഞങ്ങളുടെ മെയിൻ ബാക്ക് ബോൺ. അവരുടെ വിശ്വാസം കൊണ്ടാണ് നമ്മുടെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഇത്രയും രീതിയിൽ ജനങ്ങളിലേക്ക് എത്താനും അത്രയും നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കാനും പറ്റുന്നത്. നമ്മൾ അത് ഈ ഹോസ്പിറ്റലിനെ നമ്മളൊരു എന്താ പറയുക, നമ്മൾ അടുത്തൊരു ലെവലിലേക്കാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നത്. അതായത് ഇനി ഒരു റോബോട്ടിക് സർജറി, ഓങ്കോളജി, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഞാൻ 2010 വന്നു. ഞാൻ അന്നു മുതലേ ഹോസ്പിറ്റലിലെ എല്ലാ എന്താ പറയുക ഓരോ സ്റ്റെപ്സിലും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ സർജറി ഡിപ്പാർട്ട്മെന്റ് ഞാനാണ് ഹെഡ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മളൊരു ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ലാപ്രോസ്കോപ്പി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇപ്പം നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒബീസിറ്റി സർജറിയാണ്, ബേരിയാട്രിക് സർജറിയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. ശരിക്കും എന്താണ് ഈ ഒബീസിറ്റി സർജറി? ഒബീസിറ്റി സർജറി എന്ന് പറയുന്നത് അമിതവണ്ണത്തിനുള്ള ശസ്ത്രക്രിയ. ഇപ്പം നമ്മൾ പറയുന്നത് എല്ലാ അമിതവണ്ണത്തിനും ശസ്ത്രക്രിയ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ അത് വേണ്ടെന്നേ പറയുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻസ് എപ്പോഴും കൊടുക്കുന്നത് ഡയറ്റ്, എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. അതെല്ലാം ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല. അതല്ലെങ്കിൽ ചില ആൾക്കാർക്കുണ്ട് നമ്മൾ എക്സസൈസ് പറയാൻ അവർക്ക് പറ്റുണ്ടാവില്ല, ചിലപ്പോൾ മുട്ടുവേദനയുള്ളവരായിരിക്കും, എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു പക്ഷെ എക്സസൈസ് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതൊരു സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതുകൂടാതെ നമ്മൾ ഈ ഒരു ബോഡി മാസ് ഇൻഡെക്സ് പറയും. നമ്മുടെ ഒരു ക്രൈറ്റീരിയ, ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൈറ്റീരിയ ആളുകൾ ഉണ്ടാവുമല്ലോ, ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന ഒരു 35 മുകളിൽ നമ്മൾ ബോഡി മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈറ്റും വെയിറ്റും വെച്ച് നമുക്കിപ്പം എല്ലാ സോഫ്റ്റ്വെയർസും നമ്മുടെ മൊബൈലിലെല്ലാം അവൈലബിൾ ആണ്. ഇത് BMI കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു 35 മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബിസിറ്റി സർജറി നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ അവർക്ക് ഡയറ്റും എക്സസൈസും പറയും. അവർക്ക് പറ്റിയില്ലെങ്കിൽ ഒബിസിറ്റി സർജറി.
ഇതിനൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒബീസിറ്റി സർജറിയിൽ നമുക്ക് നമ്മളിപ്പോൾ ഒബീസിറ്റി സർജറി എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് സർജറി എന്നൊരു പേരിലേക്ക് നമ്മൾ അതിനെ മാറിയിട്ടുണ്ട്. മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത് ഈ വണ്ണം മാത്രമല്ല, ഇവർക്ക് വണ്ണം ഉള്ളവർക്ക് അസോസിയേറ്റഡ് ആയിട്ട് കുറെ അസുഖങ്ങൾ ഉണ്ടാവും. ചിലവർക്ക് ഷുഗർ കാണാം, ചിലർക്ക് ബി പി കാണാം, കൊളസ്ട്രോൾ കാണാം, ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഈ ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ട് ഒത്തിരി അസുഖങ്ങളുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മെറ്റബോളിക് ഡിസീസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മെറ്റബോളിക് ഡിസീസസ് കാരണം പണ്ട് നമുക്ക് ഈ ഒബിസിറ്റി സർജറി എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് പോലും അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. വെച്ചാൽ അതൊരു അസുഖമല്ല, അതുകൊണ്ട് ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഇൻഷുറൻസ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതൊരു ഒബിസിറ്റി സർജറി മാത്രമല്ല, ഇതൊരു മെറ്റബോളിക് സർജറി കൂടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒബിസിറ്റി സർജറിക്ക് വിധേയമാവുന്ന ആൾക്കാർക്ക് സർജറി കഴിഞ്ഞ് കഴിയുമ്പം അവരുടെ ബി കൺട്രോൾ ആവും. പലർക്കും മെഡിസിൻ എടുക്കേണ്ടി വരത്തില്ല. ഷുഗർ ഉള്ളവർക്ക് ഇൻസുലിൻ എടുക്കുന്നവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഒരുപാട് കുറയും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവർക്കുള്ള എല്ലാം മാറും. അവർക്കൊരു ഒരു ഒരു പുതിയ ലൈഫ് കിട്ടുന്ന മാതിരിയാണ് ഒബിസിറ്റി സർജറി കഴിയുന്നത്. നമ്മളൊന്ന് വീണ് പോയാൽ നമുക്ക് പൊക്കാൻ പോലും ആളുണ്ടാവും. അപ്പം ഇപ്പം ഇതുകൂടാതെ നമ്മൾ ഈ മുട്ട് തേയ്മാനമുള്ളവർ ഇപ്പൊ നമ്മുടെ ഓർത്തോപെഡിഷ്യൻസ് എടുത്ത് ചെല്ലുകയാണെങ്കിൽ പറയാം. അങ്ങനെയുള്ളവർക്ക് അവര് നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കും, അവർക്ക് വേറെ ഒന്നുകൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് വെയിറ്റ് കുറച്ചിട്ടേ അവർ നീ റീപ്ലേസ്മെന്റിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് പ്രയോജനമില്ലാതായി. അപ്പം ഒരു ക്യാൻസർ പോലെ തന്നെയാണ് ഈ ഒബീസിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ശരിക്കും അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒബീസിറ്റി സർജറിക്ക് ഒത്തിരി എൻക്വയറീസ് ഉണ്ട്, ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. പണ്ട് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ഒബീസിറ്റി സർജറി, വൈറ്റ് കുറയ്ക്കാൻ. അപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഒരുപാട് സൈഡ് എഫക്ട്സും പിന്നെ ഭാവിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ പൊതുവേ ജനങ്ങൾക്കിടയിലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അത് മാറി വരുവാണ് ആൾക്കാർക്ക്. ഇപ്പൊ ഒത്തിരി പേരുണ്ട് ഇത് ചെയ്ത ആൾക്കാർ. അവരുടെ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ഇത് ആൾക്കാരിൽ ആ ഭയം മാറി കിട്ടിയിട്ടുണ്ട്. ആൾക്കാര് ഇങ്ങോട്ട് അന്വേഷിച്ച് നമ്മളെ ഇത് വേണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ. അവിടെ നമ്മൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമായിരുന്നു, ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെയൊക്കെ ചെയ്യണം, അങ്ങനെയാണ്. ഇപ്പൊ ഇതെല്ലാം അവർക്ക് അറിയാം. ഇപ്പൊ എല്ലാം അവരുടെ മൊബൈലിലും എല്ലാം അവൈലബിൾ ആണ്. എല്ലാ ഡേറ്റാസും എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ള അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് എല്ലാം അറിഞ്ഞ് അന്വേഷിച്ചിട്ടാണ് ആൾക്കാർ അതിലേക്ക് വരുന്നത്. ശരിക്കും എങ്ങനെയാണ് ഈ സർജറി ചെയ്യുന്നത്? നമുക്ക് 2-3 ടൈപ്പ് ഉണ്ട് ഈ ഒബിസിറ്റി സർജറി എന്ന് പറയുന്നതിനകത്ത്. നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2-3 ടൈപ്പ് ഓഫ് സർജറീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊരു 20-25 കിലോ ചെറിയൊരു വെയിറ്റിന്റെ ഒരു റേഷ്യോയിലാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്കൊരു 20-25 kgs മാത്രം ഉള്ള ഒരു എക്സസൈസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കുറയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് അത് കുറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള 2-3 റീസൺസ് ആണ്. ചിലവർക്ക് ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും. എനിക്ക് കുറെ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർക്ക് വെയിറ്റ് ഒരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവും. അവർ ജോബ് റിലേറ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് വെയിറ്റ് കാരണം പ്രഗ്നൻസി കിട്ടാത്ത പേഷ്യൻസ് ഉണ്ടാവും. പക്ഷെ അവർക്കൊരു ചെറിയൊരു വെയിറ്റ് ഡിഫറൻസ്, ഒരു 20-25 kg വ്യത്യാസമുള്ള കുറയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ എൻഡോസ്കോപ്പിക് ബലൂൺ ഉണ്ട്. നമ്മൾ എൻഡോസ്കോപ്പി കൂടെ വയറിനകത്ത് ഒരു ബലൂൺ നമ്മൾ വീർപ്പിച്ച് നമ്മൾ വയറിനകത്ത് വെക്കും. നമ്മളൊരു 1 ഇയറിലേക്കാണ് വെക്കുന്നത്. ഒരു 1 ഇയർ കൊണ്ട് അവർ ഈ എക്സസ് വെയിറ്റ് 25 kg ഒക്കെ കുറയും. അപ്പൊ അവരുടെ ആ വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് പ്രഗ്നൻസി കിട്ടി, അങ്ങനെ അവരുടെ എന്താണോ അവർക്ക് വേണ്ടിയിരുന്നത് ആ 25 kg കുറയാൻ, ഞാനൊരു 25 ഒരു നമ്പർ പറയുന്നുള്ളൂ, അത് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ബലൂൺ റിമൂവ് ചെയ്യും. അപ്പൊ അവരുടെ വെയിറ്റും കുറഞ്ഞ് പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യണം. എന്റെ ജോലി വെയിറ്റ് കുറച്ച് തരാ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതുകൂടാതെ നമ്മൾ സ്റ്റൊമക്കിന്റെ സൈസ് കുറയ്ക്കുന്നത്, നമ്മൾ ഫുഡ് വന്ന് കളക്ട് ചെയ്യുന്ന ബാഗ് പോലെ സ്റ്റൊമക്ക് ഉണ്ട്. അത് ഈ വണ്ണമുള്ളവർക്ക് ഭയങ്കരമായിട്ട് അപ്പൊ അതിനെ നമ്മൾ നോർമൽ ഷേപ്പിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ബൈപ്പാസ് ഉണ്ട്. നമ്മൾ വൻകുടലിന്റെ അതിനടുത്ത് വന്നൊരു ഭാഗം എടുത്ത് നമുക്ക് സ്റ്റൊമക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും ഓരോ ആൾക്കാരിൽ, അവരുടെ BMIയും അവരുടെ ഈ അസോസിയേറ്റഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് സർജറി ആർക്ക് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. പലർക്കും പലതാണ് ഓപ്ഷൻസ് വരുന്നത്. ഇങ്ങനെ സർജറി ചെയ്യുമ്പോൾ ഇത് പ്രഗ്നൻസിനെ അഫക്ട് ചെയ്യാൻ എന്തെങ്കിലും? ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ബലൂൺ ഇടുന്നത്. ആക്ച്വലി വെയിറ്റ് ഒബീസിറ്റി ഉണ്ടെങ്കിൽ പ്രഗ്നൻസി കിട്ടാൻ പാടാണ്. നമ്മൾ നോക്കി അറിയാം, ഈ ഒബീസിറ്റി ഉള്ളവർക്ക്, വണ്ണം ഉള്ളവർക്ക് അവരുടെ പീരീഡ്സ് കറക്റ്റ്, റെഗുലർ PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം
ഞങ്ങളുടെ അടുത്ത് ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഒത്തിരി പേഷ്യൻസ് ഉണ്ട് ഇൻഫെർട്ടിലിറ്റി വരുന്നവര്. അതിനകത്ത് ഒത്തിരി പേരുണ്ട് ഒബിസിറ്റി കാരണം വരാത്തത്. ഞങ്ങളുടെ ഡേറ്റാസ് തന്നെ മോർ ദാൻ 100 പേഷ്യൻസ് ആണ് ഞാൻ ഒബിസിറ്റി സർജറി ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞ് പ്രഗ്നൻസി കിട്ടിയിട്ടുള്ളത്. പലർക്കും പേടി. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന പലരും യങ് ഫീമെയിൽസ് അവരുടെ പേരൻസ് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി കിട്ടുമോ, അതിന് പ്രഗ്നൻസി ഇഷ്യൂ വരുമോ? ഞാൻ പറയാറുണ്ട് ചാൻസ് കൂടുതലാണ് പ്രഗ്നൻസിക്ക് കിട്ടാനായിട്ട്. ഒബിസിറ്റിയിൽ പ്രഗ്നൻസി അതൊരു പ്രശ്നമല്ല സർജറി ചെയ്താൽ. പ്രഗ്നൻസി ഉറപ്പായിട്ടും. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ എന്ത് വ്യത്യാസമാണ് ഇങ്ങനെ ഒരു സർജറി ചെയ്താൽ? എന്ത് വ്യത്യാസമാണ് ഇതിനകത്തുള്ള വ്യത്യാസം വരുന്നത്? ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉള്ളവരുടെ ഡയബറ്റീസ് കൺട്രോൾ ആവും. പെൻസിലിലേക്ക് എടുക്കേണ്ടവർക്ക് ഒരുപക്ഷെ ചിലപ്പം ടാബ്ലറ്റ്സിലേക്ക് മാറാൻ പറ്റുമായിരിക്കും. പക്ഷെ ചിലവർക്ക് ഒന്നും വേണ്ടി വരത്തില്ല. ടോട്ടലി നമുക്ക് ഡ്രഗ് ഫ്രീ ആവാൻ പറ്റും. BP ഉള്ളവർക്ക് നമുക്ക് ഡ്രഗ് ഫ്രീ ആവാൻ പറ്റും. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ടോട്ടലി മാറുകയാണ്. എല്ലാവർക്കും ഒരു പുറത്തിറങ്ങാനുള്ള ഒരു മടി, അല്ലെങ്കിൽ അവർക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള മടി. എൻ്റെ ഒരു പേഷ്യന്റിന് പുള്ളിന് മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ തന്നെ പുള്ളിക്ക് മടിയായിരുന്നു വെയിറ്റ് കാരണം. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രശ്നം കാരണം അവര് ഡിപ്രഷനിൽ പോകും. അതിന്റെ മദ്യപാനം ഇങ്ങനെയുള്ള എല്ലാം ഇവർക്ക് വരാം. പിന്നെ ഡിപ്രഷൻ വരുമ്പോൾ ഓവർ ഈറ്റിംഗ് പിന്നെയും കൂടുകയാണ്. പിന്നെയും അവര് ഈ പല ഡിപ്രഷൻ പേഷ്യൻസും ഡിപ്രഷനകത്താണ് കൂടുതൽ കഴിക്കുക. അപ്പം വീണ്ടും ഒബീസ് ആവും. അപ്പൊ നമ്മൾ ഒബിസിറ്റി സർജറി കഴിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ മെറ്റബോളിക് പ്രശ്നങ്ങളും മാറുകയാണ്. അവര് ബാക്ക് ടു ഒരു നല്ലൊരു ഹെൽത്തി ആളായിട്ട് തന്നെ മാറും. ശരിക്കും ഈ ഓവർ ഈറ്റിംഗ് മാത്രമാണ് ഒബിസിറ്റിയുടെ കാര്യം? അല്ലാണ്ട് ജനറ്റിക്കലി ഒക്കെ ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് വണ്ണമുള്ള ആൾക്കാർക്ക് അച്ഛനും അമ്മയ്ക്കും വണ്ണമുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് വണ്ണം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ഒബിസിറ്റി പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യും. എന്താണ് റീസൺ ഫോർ? ചിലവർക്ക് ഹോർമോൺസിന്റെ വ്യത്യാസം. ഇപ്പൊ തൈറോയ്ഡ് ഹോർമോൺസ് ഒക്കെ TSH ഒക്കെ ഒത്തിരി കൂടുതലാണ്. നമ്മളിതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മെഡിക്കലി തന്നെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ ചിലവർക്ക് ഇപ്പം ഈ ഡിപ്രഷന്റെ അല്ലെങ്കിൽ ആന്റിസൈക്കട്രി ഡ്രഗ്സ് കഴിക്കുന്നവർക്ക് ഒബിസിറ്റി കൂടാം. അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ ഡ്രഗിനകത്ത് കുറെ ചേഞ്ചസ് വരുത്തുകയും അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ വർക്കപ്പ് ചെയ്തിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. പലരും ഫുഡ് സ്കിപ്പ് ചെയ്യുന്നു, കുറെ ഈ എന്താ പറയാ കുറെ ഫോറിൻ ഡയറ്റ്സ് ഫോളോ ചെയ്യുന്നു. അങ്ങനെയുള്ള സാധനങ്ങള് നമ്മളിപ്പോഴും പറയുന്നത് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആണ് പറയുന്നത്. അല്ല 2 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവില്. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമ്മൾ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എക്സസൈസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം പരിധി വരെയൊക്കെ ഒബിസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് സർജറിയും നോർമൽ തൈറോയ്ഡ് സർജറിയും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ നമ്മൾ അതായത് ഡിപ്പാർട്ട്മെന്റിലുള്ള വേറൊരു ഹൈലൈറ്റ് ആണ് എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് സർജറി എന്ന് പറയുന്നത്. നോർമൽ തൈറോയ്ഡ് നമ്മൾ ഓപ്പൺ ആയിട്ട് കഴുത്തിൽ ഒരു പാട് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ തൈറോയ്ഡ് സർജറി അത് എല്ലായിടത്തും ചെയ്യുന്നു. അപ്പം നമ്മൾ അത് കൂടാതെ എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് ചെയ്യുന്നു. കീ ഹോൾ ആയിട്ട് തൈറോയ്ഡ് മാറ്റും. ഈ ഒബീസിറ്റി സർജറിയുടെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം തൈറോയ്ഡ് കൂടിയിട്ടും ഓവർ വെയിറ്റ് ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെയല്ല, നമ്മൾ തൈറോയിഡിന്റെ ബ്ലഡിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് മെഡിസിനിൽ മാത്രമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. തൈറോയിഡിൽ ഉണ്ടാവുന്ന മുഴകൾ അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മൾ തൈറോയ്ഡ് സർജറി ചെയ്യുക. ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥിയല്ലേ തൈറോയ്ഡ്? അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇരിക്കുന്ന തൈറോയ്ഡ് നമുക്ക് ഉപകാരത്തിനെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അത് എടുത്തല്ലേ പറ്റൂ. ഇപ്പൊ നമ്മള് പല തൈറോയ്ഡ് നമ്മൾ നോട്ട് ചെയ്യത്തില്ല, ചെറിയ മുഴകൾ നമ്മൾ വെച്ചേക്കും. ഒത്തിരി തൈറോയ്ഡ് ക്യാൻസേഴ്സ് ഇപ്പം കോമൺ ആണ്, ഭയങ്കര കോമൺ ആണ്. അപ്പൊ ആ ഇരിക്കുന്ന മുഴ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആയി കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ തൈറോയ്ഡ്. അതുകൊണ്ട് തൈറോയ്ഡിൽ മുഴയുണ്ടെങ്കിൽ നമ്മളത് സ്കാൻ ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് കുത്തി ടെസ്റ്റ് ചെയ്യും, FNAC ചെയ്യണം. FNAC ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് കുറെ ഗ്രേഡിങ്സ് ഉണ്ട്, അത് വെച്ചിട്ട് എടുക്കേണ്ടതാണെങ്കിൽ അത് നമ്മൾ എടുക്കണം, അത് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓപ്പൺ സർജറിയാണ് കോമൺ ആയിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ളതും. ഇപ്പം നമ്മൾ എൻഡോസ്കോപ്പിക് തൈറോയ്ഡക്ടമി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ കഴുത്തിൽ പാടില്ലാതെ നമ്മൾ കക്ഷത്തൂന്ന് നമ്മൾ കീ ഹോളായിട്ട് പോയിട്ടാണ് തൈറോയ്ഡ് എടുക്കുന്നത്. അപ്പം അത് യൂഷ്വലി നമ്മൾ പറയുന്നതിന് അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് കോസ്മെറ്റിക് ആണ്. വലിയ പാടുകളും മുറിവുകളും ഒന്നും ഉണ്ടാവില്ല. അതെ, കോസ്മെറ്റിക് ആണ്. ഇപ്പൊ നമുക്കൊരു 70 വയസ്സ് 80 വയസ്സുള്ള ആൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. യങ് ആൾക്കാർക്ക് കഴുത്തെ പാട് വേണ്ട, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആണ് നമ്മളിത് ചെയ്യുന്നത്. കോസ്മെറ്റിക് പർപ്പസ് ആണ്, അല്ലെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ സെയിം ആണ്. ഞാൻ എല്ലാവരോടും പറയാറുള്ളത് ഇത് നോർമൽ തൈറോയ്ഡ് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെയാണ്. ഇപ്പൊ കീ ഹോൾ ചെയ്താലും ഓപ്പൺ ചെയ്താലും
എൻഡ് റിസൾട്ട് സെയിം ആണ്. നമ്മൾ ആ സാധനം എടുത്തു മാറ്റുകയാണ്. പണ്ട് നമ്മൾ പറയാം അപ്പൻഡിക്സ് ഓപ്പൺ സർജറിയും ലാപ്പും. എൻഡ് റിസൾട്ട് നമ്മൾ അപ്പൻഡിക്സ് എടുക്കണം. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ സാധനം എടുക്കും. പിന്നെ മിനിമൽ ആയിട്ടുള്ള വൂണ്ട് ആയതുകൊണ്ട് അത് ഹീൽ ആവാനായിട്ടുള്ള ടൈം കുറവാണ്, പെയിൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. മെയിൻലി ഇതിന്റെ കോസ്മെറ്റിക് എഫക്റ്റ് ആണ്. കഴുത്തിൽ പാടില്ല, പലരും പ്രിഫർ ചെയ്യുന്നതാണല്ലോ, നമ്മൾ എക്സ്പോസ് പാർട്ട് ആയതുകൊണ്ട് പലരും പ്രിഫർ ചെയ്യുന്നതാണ് തൈറോയിഡ്. അപ്പം അത് ആദ്യം ഇതേപോലെ നമ്മൾ എൻഡോസ്കോപ്പിക് തൈറോയിഡ് പറയുന്ന സമയത്ത് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അതെങ്ങനെയാണ്. പക്ഷെ ഇപ്പം ആൾക്കാർ അത് അക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഈ ഒരു സ്കാർ മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ ഈ സർജറീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യമുള്ളത് ഇമ്മീഡിയറ്റ് കെയർ ആണ്. സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് കെയർ പേഷ്യൻസിന്. നമുക്ക് സർജറിയുടെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ പേഷ്യന്റിന് കൊടുക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡെഡിക്കേറ്റഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU ഉണ്ട്. അതൊരു 30 ബെഡഡ് ICU ആണ്, വിത്ത് എല്ലാ മോണിറ്റേഴ്സും എല്ലാ എക്യുപ്മെന്റ്സും, അതിനകത്ത് ഇൻഹൗസ് ഡോക്ടേഴ്സും എല്ലാമായിട്ടുള്ള ഫെസിലിറ്റിയാണ്. നമ്മൾ സർജറി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പേഷ്യൻസിനെ നമ്മൾ നമ്മുടെ പോസ്റ്റ് ഓപ്പിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒന്ന് അല്ല, നമുക്കൊരു ഇച്ചിരിയും കൂടെ കൂടുതൽ കെയർ വേണം, അല്ലെങ്കിൽ ഇച്ചിരി ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്, നമ്മുടെ ഒരു മേജർ സർജറീസ് ആണ്, ഓപ്പറേറ്റിംഗ് ടൈം ഒരു 5-6 മണിക്കൂറിന് മുകളിൽ പോയ സർജറീസ് ആണെങ്കിൽ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ കെയർ ICU ഉണ്ട്. അവിടെ നമുക്ക് ക്രിട്ടിക്കൽ കെയർ ആയിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് റൗണ്ട് ദ ക്ലോക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവിടെ സ്റ്റാഫിന്റെയും പേഷ്യന്റിന്റെയും റേഷ്യോ 1:1 ആണ്. ഒരു പേഷ്യന്റിന് ഒരു സ്റ്റാഫ് വെച്ചിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ക്രിട്ടിക്കൽ കെയർ ICUs ഉണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ എടുത്തു പറയേണ്ട ഫെസിലിറ്റീസിനകത്തുള്ളതാണ്. അപ്പം ആസ് എ സർജൻ, അപ്പൊ ഞാൻ എൻ്റെ ഒഫീഷ്യൽ പോസ്റ്റ് അല്ല, ആസ് എ സർജൻ നമുക്ക് പേഷ്യൻസിനെ അതായത് സർജറി കഴിഞ്ഞിട്ട് പേഷ്യൻസിന് നല്ലൊരു ഔട്ട്കം കിട്ടും എന്ന് നമുക്ക് അത്രയും ഉറപ്പുണ്ട്, നമുക്ക് അത്രയും ടെൻഷനും കുറവാണ്. നമുക്കൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് പേഷ്യൻസിനെ കെയർ ചെയ്യാനുള്ളത്. അപ്പം എൻ്റെ സർജിക്കൽ ഇത് കഴിഞ്ഞാൽ തന്നെയും, എൻ്റെ സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞാൽ തന്നെയും എൻ്റെ കൂടെ അതേപോലെ ഒരു ടീമുണ്ട് ഇതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. അപ്പം ക്രിട്ടിക്കൽ കെയറിൽ നമുക്കൊരു 5 ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് 9 ബെഡ് ഉള്ളതിനകത്ത് 1:1 സ്റ്റാഫ് എല്ലാം റൗണ്ട് ദ ക്ലോക്ക് ഉണ്ട്. നമ്മുടെ മേജർ കേസസ് എല്ലാം അവർ ടേക്ക് കെയർ ചെയ്തോളും. ഇപ്പൊ നമ്മളിപ്പം സർജറി കഴിഞ്ഞ് വെന്റിലേറ്റർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ എല്ലാം അവർ നോക്കിക്കോളും. ഇൻ കേസ് നമ്മുടെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് കാർഡിയാക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈ കാർഡിയാക് ഇഷ്യൂസ് ഉള്ള ഇപ്പം ഓൾറെഡി ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കഴിഞ്ഞ പേഷ്യന്റ് ആണ്, ഹൈ റിസ്ക് കാർഡിയാക് പേഷ്യന്റ് ആണ്, അങ്ങനെയുള്ള പേഷ്യന്റിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും പണ്ടൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് കാർഡിയോളജി ബാക്കപ്പ് ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്കൊരു 24/7 2 കാത്ത് ലാബും ഒക്കെ ആയിട്ട് നല്ലൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഒരു കാർഡിയോതൊറാസിക് ഡിപ്പാർട്ട്മെന്റും നമുക്ക് ബാക്കിലുള്ളത് കൊണ്ട് നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് കേസസും എന്ത് കേസസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ബാക്കപ്പ് നമുക്കുണ്ട്. അപ്പം നമ്മളിപ്പോ നമുക്ക് ലാസ്റ്റ് വീക്ക് ഞാൻ ചെയ്ത ഒരു പേഷ്യന്റിന് ഓൾറെഡി ഒരു 3-4 തവണ ബ്ലഡ് ഹാർട്ടിലും ലങ്സിലും ഒക്കെ ക്ലോട്ട് ആയിട്ട് ICUലും വെന്റിലേറ്ററൊക്കെ കിടന്ന പേഷ്യന്റ്. അപ്പം അതിനൊക്കെ ധൈര്യമായിട്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പേഷ്യന്റ് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ഞങ്ങൾ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ കാർഡിയാക് ICUലേക്കാണ് അവരാണ് റിസീവ് ചെയ്ത പേഷ്യന്റിനെ. സർജറി കഴിഞ്ഞു കാർഡിയാക് ടീമാണ് അതിനെ ബാക്കി നോക്കിയിരുന്നത്. അപ്പം ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ ഇപ്പം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ അസോസിയേറ്റഡ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. നമ്മുടെ കാർഡിയോളജി, നമ്മുടെ ന്യൂറോളജി, നമ്മുടെ ക്രിട്ടിക്കൽ കെയർ, ഇവരെല്ലാം ഒരു ടീമായിട്ട് നിന്നിട്ടാണ് ഏത് പേഷ്യന്റ് ആണെങ്കിലും അവർ അഡ്രസ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ആയിട്ട് കണ്ടിട്ടാണ് അവർ ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടീം വർക്കാണ്. അപ്പൊ ആഫ്റ്റർ കെയർ നമുക്ക് അത്രയും നല്ലൊരു ടീമുണ്ട് നമ്മുടെ കൂടെ പേഷ്യൻസിന് കൊടുക്കാൻ. അതുകൂടാതെ ഇവരെ റൂമിൽ ചെന്നാൽ തന്നെയും ഇവരെ ഫ്രീക്വന്റ് വിസിറ്റ്സ് ഡോക്ടേഴ്സിന്റെ ഉണ്ടാവും, ജൂനിയർ ഡോക്ടേഴ്സിന്റെ ഉണ്ടാവും, ഡയറ്റീഷ്യൻസ് ഉണ്ടാവും, നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. ഇവരെല്ലാം പേഷ്യൻസിനെ കണ്ട് ഇവരുടെ ഡയറ്റ്സ്, ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ എങ്ങനെയൊക്കെ വേണം, കുളിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പർലി എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് ഓപ്പ് സർജറി കഴിഞ്ഞ് പേഷ്യന്റ് പോയി 1 വീക്ക് കഴിഞ്ഞ് റിവ്യൂ വരുമ്പം വിൽ ബി വെരി ഹാപ്പി. ഒരു പോകുമ്പോൾ തന്നെ ഭയങ്കര നല്ല ഹാപ്പി ആയിട്ടാണ് അവർ പോകുന്നത്. അവർ അത്രയും നന്നായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യും. ഇവൻ സർജറി എന്നല്ല, ഇവൻ നമ്മൾ ഇപ്പൊ ഡെലിവറിക്ക് വരുന്ന പേഷ്യന്റ് ആണെങ്കിലും, ഇവൻ കുട്ടികൾ പീഡിയാട്രിക് പേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ട് കിടക്കും, ഇവൻ നമുക്ക് നമ്മുടെ PICU എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു പീഡിയാട്രിക് ഏജിലുള്ള പേഷ്യൻസിന് ICU കെയർ വേണമെങ്കിൽ വി ഹാവ് എ
പീഡിയാട്രിക് ICU. അപ്പം അവിടെ ഇപ്പം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയ നഴ്സസ് ഉണ്ട്. കൊച്ചു കുട്ടികൾക്ക് ക്യാൻഡിൽ ഇടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അവിടെ അവർ അതിനെ ടേക്ക് കെയർ ചെയ്യും. അതുപോലെ നമുക്കിപ്പം ഉള്ളതിനകത്ത് ഈ NICU ഡോക്ടർ ബിനു ഗോവിന്ദ് എന്ന് പറയുന്ന ഡോക്ടർ, പുള്ളി നിയോനെറ്റിൽ മാത്രം അതിന് DM കഴിഞ്ഞ ഡോക്ടറാണ്. അപ്പം പുള്ളി ഇപ്പം മാസം തികയാതെ ഇപ്പം 430 ഗ്രാം ഉള്ള ഒരു കുട്ടീനെയാണ് പുള്ളി ഈ അത്രയും ചെറിയ കുഞ്ഞിനെയാണ് ICU വെച്ചിട്ട് പേഷ്യൻസിന് അവരുടെ പേരൻസിന് കൊടുത്തത്. അപ്പം ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും അതിന് അവിടെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സും ഫെസിലിറ്റീസും നമുക്കുണ്ട്. നമുക്ക് ഇപ്പം എല്ലാവർക്കും MRI എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ യൂഷ്വലി നമ്മുടെ പല സർജിക്കൽ കേസസിനും ചിലപ്പോൾ നമുക്കൊരു MRI വേണ്ടി വരും. വലിയ മുഴയോ വയറ്റിലും മുഴയോ ക്യാൻസറോ അങ്ങനെ നമുക്ക് അവർക്കൊക്കെ ഒരു MRIയോ CT ഒക്കെ ചെയ്യേണ്ടി വരും. MRI എന്ന് പറയുമ്പോൾ പണ്ട് പലർക്കും ഒരു പേടിയായിരുന്നു. MRIയിലെ സൗണ്ട്, ഒരു ക്ലോസ്ഡ് റൂമിനകത്തിരിക്കുന്ന ഒരു ഫോബിയ. അപ്പം അതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അഡ്വാൻസ്ഡ് 3 ടെസ്ല MRI ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ആംബിയൻസ് മാറ്റാം. നമുക്ക് റൂമിന്റെ അതായത് പേഷ്യന്റ് റൂമിൽ കയറി അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ വേണ്ടത്. ഇപ്പം അവരുടെ യൂട്യൂബിലുള്ള ഒരു സാധനം അവർക്ക് ഇട്ട് കൊടുക്കാം. അവരുടെ ഫ്രണ്ടിൽ സ്ക്രീനിനകത്ത് അത് കാണാൻ പറ്റും. അതിന്റെ സൗണ്ട്, പാട്ട്. സ്കാൻ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നങ്ങളും അവർക്ക് ആ പേടി അങ്ങനെയുള്ളതെല്ലാം മാറും. നമുക്ക് MRI കുറച്ച് ടൈം അതിനകത്ത് കിടക്കണം. ക്ലോസ് റൂമിനകത്ത് കിടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജി വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി. ആൾക്കാർക്ക് അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്ലോസ് സ്പേസിൽ കിടക്കുന്ന ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിലീജിയസ് ആയിട്ടുള്ളത് പാട്ടും വിഷ്വൽസും അതിനകത്ത് കാണിക്കാൻ പറ്റും. അപ്പം ആ ഒരു പ്രശ്നം ആൾക്കാരിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാർട്ടൂൺസ് ഒക്കെ ഇട്ട് കൊടുത്ത് അപ്പം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പറ്റും ഒരു പക്ഷേ പേഷ്യൻസിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ലൈഫ് ലൈൻ എപ്പോഴും ഒരുപടി മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ പേഷ്യൻസ് കെയറിലേക്ക് നമ്മൾ പോകുന്നത്. അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. ഈ തൈറോയ്ഡ് സർജറി, ഒബീസിറ്റി സർജറി, ഇത് കൂടാതെ വേറെ എന്തൊക്കെ സർജറികളാണ് സാർ ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ സർജറി ലാപ്രോസ്കോപ്പി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം എല്ലാ ജനറൽ സർജറിയും ലാപ്രോസ്കോപ്പി. നമുക്ക് മെയിനായിട്ട് നമ്മൾ പിന്നെ ചെയ്തു വരുന്ന ഹെർണിയ സർജറിയാണ്. അതൊരു കോമൺ സർജറിയാണ്. ആണുങ്ങൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്നതാണ് ഹെർണിയ. ഇടുപ്പില് അല്ലെങ്കിൽ പുക്കലിന്റെ അവിടെ അല്ലെങ്കിൽ നേരത്തെ സർജറി ചെയ്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് തടുപ്പായിട്ടോ മുഴയായിട്ടോ തള്ളി വരുന്നതിനാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ കൂടുതലായിട്ട് പിന്നെ വരുന്നത്. ഒരു 99% ഹെർണിയ സർജറിയും നമ്മൾ കീ ഹോളായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യുന്നത്. നമ്മളൊരു ഓപ്പൺ ഹെർണിയ സർജറി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെസ്റ്റ് ടൈം കൂടുതലാണ്, ഹീലാവാനുള്ള ടൈം. നമ്മളതിനകത്ത് ഒരു മെഷ് എന്ന് പറഞ്ഞൊരു നെറ്റ് പോലൊരു സാധനം നമ്മൾ ഫിക്സ് ചെയ്യും, ഇത് വീണ്ടും വരാതിരിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ട് ഓപ്പൺ സർജറി നമ്മളൊരു 2 months 3 months നമ്മൾ എപ്പോഴും ഒരു റെസ്റ്റ് പറയും. അത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ സമയം എടുക്കും. അത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ കീ ഹോൾ ആയിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് 1 day ആണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. രാവിലെ വന്നാൽ അന്ന് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ പോകും. 1 week കൊണ്ട് ഹി വിൽ ബി ബാക്ക് ടു നോർമൽ. 1 week കഴിയുമ്പോൾ പുള്ളിക്ക് ജോലിക്ക് പോകാനും ഒക്കെ പറ്റും. പക്ഷെ നമ്മൾ വെയിറ്റ് എടുക്കുന്നത് ഒരു 1 month നമ്മൾ പറയും വെയിറ്റ് എടുക്കരുത്, ശ്രദ്ധിച്ചോണം എന്ന് പറയും. പക്ഷെ 1 week കഴിയുമ്പോൾ പുള്ളിക്ക് ജോലിക്ക് പോകാം, ബാക്ക് ടു നോർമൽ ജോലിക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പോപ്പുലറും ഇപ്പം ആൾക്കാരെ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതും എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നതും കീഹോൾ ഹെർണിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒന്ന് ചെയ്യുന്നത് ഹെർണിയ, എല്ലാ ടൈപ്പ് ഓഫ് ഹെർണിയാസും നമ്മൾ കാറ്റർ ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് നമ്മൾ ഗോൾ ബ്ലാഡർ സർജറിയാണ്, പിത്തസഞ്ചിയിലെ കല്ല്. അത് നമ്മൾ എപ്പോഴും പറയാം, അത് കൂടുതൽ കാണുന്ന സ്ത്രീകൾക്കാണ്. ഒരു 40 years നമ്മളെപ്പോഴും പറയുന്നത് അതൊരു 4F എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. ഫീമെയിൽ പേഷ്യൻസ്, ഫെർട്ടൈൽ പേഷ്യൻസ്, 40 above ഉള്ള ഫീമെയിൽ, അതാണ് നമ്മൾ പറയുന്നത് 4F പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പം ഈ ചില ആൾക്കാർക്ക് പ്രഗ്നൻസിയിലാവുമ്പോഴത്തേക്കായിരിക്കും അവർക്ക് ഈ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാത്രമല്ല, നമ്മുടെ ഈ ഗോൾ ബ്ലാഡറിനകത്താണ് നമ്മുടെ ഈ ബൈൽ പിത്തം വന്ന് കളക്ട് ചെയ്ത് കിടക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ പമ്പ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈനിലേക്ക് വരുന്നത്. അപ്പൊ അത് കെട്ടി നിന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് ചെറിയൊരു സെഡിമെന്റ്സ് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് പിന്നെയും ഇത് അടിഞ്ഞ് കാൽസ്യം അടിഞ്ഞിട്ടാണ് ഈ കല്ല് വലുതാവുന്നത്. അപ്പം അതൊരു കോമൺ അസുഖമാണ്.
ഇപ്പം പലർക്കും അറിയുണ്ടാവില്ല അവർക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്ന് അറിയുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഭയങ്കര വയറുവേദന വന്ന് ഛർദിയിൽ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത്. ചിലർക്ക് നമ്മൾ നോർമൽ സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇതുപോലെ കല്ലുള്ളത്. നമ്മൾ യൂഷ്വലി ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ എടുക്കണമെന്ന് പറയും. എന്ന് വെച്ചാൽ ഇതൊരു ഫോറിൻ ബോഡിയാണ്, അവിടെ എപ്പോഴും ഇത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ. അതുകൊണ്ട് നമ്മൾ ഡയബറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കല്ല് കാണുന്നവർ നമ്മൾ ഇത് എടുക്കാൻ പറയും. അത് പണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നെഞ്ചിന് താഴെ വലിയ മുറിവിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിപ്പോ നമ്മൾ കീഹോളായിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് ഈ ഗോൾഗാർഡ്. വലിയൊരു മേജർ സർജറി ഒരു സിമ്പിൾ പ്രൊസീജിയറിലേക്ക് മാറുകയാണ് കീഹോളിലേക്ക് ചെയ്യുമ്പോൾ. അതാണ് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറി. പിന്നെ ഈ അപ്പൻഡിക്സ് എപ്പോഴും ഈ കീഹോളായിട്ടാണ് നമ്മൾ അപ്പൻഡിക്സ് ചെയ്യുന്നത്. പിന്നെ വെച്ച് നമ്മൾ ക്യാൻസർ സർജറീസ് ആണ്. കുടലിലെ ക്യാൻസർ, നമ്മൾ മലദ്വാരത്തിനടുത്തേക്ക് അവിടെയൊക്കെ വരുന്ന ക്യാൻസേഴ്സ് എല്ലാം നമ്മൾ കീഹോളായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളൊരു മേജർ മുകൾ താഴെ വരെ ഓപ്പൺ ആക്കേണ്ടി വരും. അതിന് പകരം നമ്മളത് ഈ കീഹോളായിട്ട് നമ്മൾ അതിനെല്ലാം മൊബിലൈസ് ചെയ്യും. നമ്മൾ അതിനെല്ലാം ഈ ഒട്ടിയിരിക്കുന്ന എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ ചെറിയ മുറിവെ കൂടെ എന്തായാലും പുറത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ചെറിയ മുറിവ് മാത്രം ഇട്ടാൽ മതിയാവും. ബാക്കിയെല്ലാം നമുക്ക് കീഹോളിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് പിന്നെ വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസസ്. അപ്പം ഈ കേസസ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പണിനെക്കാട്ടിലും കൂടുതൽ കീഹോളായിട്ട് നമുക്ക് ചെയ്യാൻ കീഹോളാണ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഓപ്പൺ സർജറീസ് നമ്മൾ എല്ലാം ചെയ്യും, എല്ലാ ഓപ്പൺ സർജറീസും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെരിക്കോസ് വെയിനിന്റെ സർജറി ഉണ്ട്, ലേസർ സർജറീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പണ്ട് നേരത്തെ നല്ല ഓപ്പൺ സർജറി ആയിരുന്നു. നമ്മൾ മേളി മുറിവിട്ട് വെയിൻ വലിച്ചു കളയുക, അതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്കൂടെ ചെറിയൊരു ഫൈബർ കയറ്റി വിട്ട് നമ്മൾ ആ വെയിനെ കരിച്ച് കളയും. അതുകൂടാതെ അല്ലെങ്കിൽ ചില വെയിനകത്തേക്ക് നമ്മൾ ഈ സ്ക്ലീറോസിന്റെ ഏജന്റ് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് സ്ക്ലീറോസിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് വെയിനം ഒട്ടിപ്പോകും. അല്ലെങ്കിൽ പിന്നെ ഗ്ലൂ തെറാപ്പി ഉണ്ട്. നമ്മൾ വെയിനകത്തൂടെ നമ്മളൊരു പശ പോലൊരു സാധനം ഒട്ടിച്ച് വെയിനെ മാറ്റുന്നത്. അപ്പം വെരിക്കോസ് വെയിൻ ഇപ്പം ഒത്തിരി പേഷ്യൻസ് ഇത് ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പൊ സർജറി ഇല്ലാതെ മാറ്റാൻ പറ്റുന്നതുകൊണ്ട് ഒത്തിരി പേര് അത് അതെ, നമ്മൾ ഈ നിന്ന് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർ, കണ്ടക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. കുറെ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ടിൽ നിന്ന് കാലിലേക്ക് പമ്പ് ചെയ്യുന്ന ബ്ലഡ് തിരിച്ചു കയറി പോവുണ്ടാവില്ല, വെയിനൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ബ്ലഡ് കെട്ടി നിന്നിട്ടാണ് ഈ വെരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങൾ, കളർ ഡിസ്കളറി, കളറൊക്കെ മാറുക, അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത്. അപ്പം ഈ സർജറീസ് ആണ് പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പം ആസ് എ ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ജനറൽ സർജിക്കൽ അസുഖങ്ങളും എല്ലാ സർജിക്കൽ പ്രൊസീജിയറും ഓപ്പൺ ആണെങ്കിലും കീഹോൾ ആണെങ്കിലും നമ്മള് അതെ, ആൾക്കാർക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കീഹോളാണ്. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഈ ഓപ്പൺ സർജറിയിൽ നിന്ന് കീഹോളിലേക്ക് മാറുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രാക്ടീസസ് കൂടുതൽ ഓപ്പൺ ആയിരുന്നു. പക്ഷെ അത് ആ മാറുന്ന ടൈം ആയതുകൊണ്ട് ആ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കീഹോളിന്റെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ഇതിലേക്ക് നമ്മൾ തിരിയുന്നത്. അപ്പൊ എനിക്ക് ഒരു ഓപ്പൺ സർജനും കൂടെ എന്റെ കൂടെ ഉണ്ട്, ഡോക്ടർ ശശി എന്ന് പറഞ്ഞിട്ട് സാറും ഉണ്ട്. സാറ് എല്ലാ ഓപ്പൺ സർജറീസും സാറ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറിന് ഈ ഡയബറ്റിക് ഫുഡ്, അതായത് നമ്മുടെ ഈ ഷുഗർ കാരണം കാലിൽ ഉണ്ടാവുന്ന പഴുപ്പ്, ഈ മുറിവ് കരിയാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ് ഭയങ്കരമായിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് മുറിവ് കരിയാനായിട്ട്, അതൊക്കെ